ഹായ് ഹായ് ട്രേഡേഴ്സ്. നമുക്കിന്ന് ഗോൾഡിൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് ദിവസത്തെ ന്യൂസുകളും മറ്റും നോക്കാം. തുടർച്ചയായി മൂന്നാം ദിവസവും ഗോൾഡ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്യുമ്പം ഏകദേശം 3363 വരെ കയറിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇതന്നെ, അതായത് ഈ ആഗോള വ്യാപാര ട്രേഡിംഗ് താരിഫിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്താനും, അതായത് 35% വരെ താരിഫ് ഏർപ്പെടുത്താനും, പിന്നെ അതുപോലെ തന്നെ ഈ ചെമ്പ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് 15 മുതൽ 20 വരെ താരിഫ് ഏർപ്പെടുത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡ് വീണ്ടും പിന്നെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഒരു ആസ്തിയായിട്ട് കാണുന്നു. അപ്പോൾ വീണ്ടും പിന്നെ ഗോൾഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ റേറ്റ് കട്ടിങ്, ഇപ്പം ഒരു വാർത്ത വരുന്നത് സെപ്റ്റംബറിൽ ഒരു 25 ബേസ് പോയിൻ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം സാധ്യതയുണ്ട് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഗോൾഡ് ഉയർന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ഡോളറിൻ്റെ ഇപ്പോഴത്തെ പിന്നെ തകർച്ച, അതും ഗോൾഡിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ജോബ്ലെസ് ക്ലെയിമും മറ്റും കാര്യങ്ങളും. ഇന്നലത്തെ വ്യാഴാഴ്ചത്തെ ഡാറ്റ, ഇന്നിപ്പം കാര്യമായ ഡാറ്റ ഒന്നുമില്ല. ഇന്നലത്തെ ഡാറ്റ അത് തൊഴിൽ വിപണിയെ ബാധിക്കുന്നതായിരുന്നു. അപ്പം പിന്നെ പക്ഷേ ചെറിയൊരു പോസിറ്റീവ് ഇത് കാണിച്ചെങ്കിലും അതൊന്നും പിന്നെ സ്വർണത്തിൻ്റെ ഗോൾഡിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പഴയതുപോലെ തന്നെ വീണ്ടും 3400 വരെ പ്രവചിക്കുന്നുണ്ട് പല പിന്നെ എക്കണോമിസ്റ്റുകളും. 1400 അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത വീക്സിലോ എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3092 വരെ വന്ന് അവിടുന്ന് ഒരു റിട്രേസ്മെൻ്റ് എടുത്ത് വീണ്ടും നമ്മൾ ആ റേഞ്ചിൽ 3300-നും 400-നും ഇടയ്ക്കുള്ള റേഞ്ചിൽ കുറച്ചും കൂടിയും ട്രേഡ് നടക്കാനാണ് സാധ്യത. അത് കഴിഞ്ഞ് 3400 ക്രോസ് ചെയ്യുള്ളൂ. പിന്നെ ഒന്നാമത് ഈ മെക്സിക്കോ, കാനഡ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇതിൻ്റെ കാര്യത്തിൽ സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. ഈ താരിഫിൻ്റെ കാര്യത്തിൽ ട്രംപ് സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മറ്റുള്ള കറൻസികളിലും ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ബാങ്കുകളായാലും പിന്നെ ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളായാലും സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള, വീണ്ടും പഴയതുപോലെ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഇതുമായി മുന്നോട്ട് പോകും. അപ്പം സ്വർണ്ണത്തിന് വീണ്ടും 3400 വരെ എത്താൻ സാധ്യത കാണും. ചിലപ്പോൾ 3400 ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ട്രേഡിങ് നോക്കി ചെയ്യുക. എന്തായാലും 3400 വരെ എത്തുമെന്ന് വിചാരിച്ചിട്ടുള്ള നമ്മൾ ബൈ എടുത്ത് വെക്കുക. അതുപോലെ പിന്നെ 3400 സെല്ല് കൊടുക്കുക. അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഇതിലല്ല. ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് നമ്മൾ ട്രേഡിങ് അവസാനിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല ഈ ഒരു ഇതിൽ. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ 3286, 3240 അവിടെയൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പം അത് വലിയൊരു ലോസിലേക്കായിരിക്കും പോവുക നിങ്ങളുടെ ട്രേഡിങ്. അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ഓരോ ദിവസത്തെ ഡേ ട്രേഡിങ് ഒരു ലോങ് ഇത് വെക്കാതെ ഓരോ ദിവസം ഫിനിഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അവസരം ഉണ്ടാവും. അതാണ് ഞാൻ പറയുന്നത് കാര്യം. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ട്രേഡ് എടുത്ത് വിട്ടേച്ച് പോകാൻ പറ്റുന്നൊരു അവസ്ഥയല്ല. ഏത് സമയത്തും തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം ബയേഴ്സിന് നല്ലൊരു ട്രെൻഡാണ് എന്നെനിക്ക് പറയാൻ പറ്റും. ഈ ഒരു വീക്സിൽ നിന്നിപ്പം പിന്നെ അടുത്ത വീക്സിലും ഇത് തന്നെയായിരിക്കാം സ്ഥിതി മിക്കവാറും. അതൊരു ബുധനാഴ്ച നമുക്ക് മറ്റ് ഡാറ്റകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. അതുവരെയൊക്കെ ഇതിൽ തന്നെ പോകാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ, അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. അതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.